കൂടുതലായിട്ടും ബാധിക്കുക വിദ്യാർത്ഥികളെ തന്നെയാണ്. കാരണം വിദ്യാർത്ഥികളുടെ കാര്യമാണ്. അവർ വളരെ നേരത്തെ തന്നെ എല്ലാത്തിനും ഒരുങ്ങി ആ രീതിയിലൊക്കെ കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് പോകണം, റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിലൊക്കെ മുന്നോട്ട് പോകണമെന്ന് കരുതിയവരാണ്. എന്നാൽ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുമ്പോൾ നേരത്തെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഒരുപക്ഷെ താഴെ പോകാനും ഒക്കെ ഒരു സാധ്യതയുള്ള രീതിയിലാണ് കാര്യങ്ങളുള്ളത്. അതോടൊപ്പം തന്നെ സർക്കാർ എടുത്തൊരു തീരുമാനത്തിന് തിരിച്ചടി കിട്ടി എന്ന രൂപത്തിലാണ് കോടതിയും കാര്യങ്ങൾ ഇന്ന് കോടതിയിലും കാര്യങ്ങൾ പറഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ ഡോപ്പ സെന്ററിലാണ്. അവിടെ ഈ നീറ്റിനും കീമിനും ഒക്കെ കോച്ചിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടുത്തെ ഒരു അധ്യാപകൻ ഡോക്ടർ ആഷിഖ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ഇതിപ്പോൾ കുറെ കൂടെ കുട്ടികളെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. കുട്ടികളാണ് ആശങ്കയിൽ കഴിയുന്നത്. എന്തായിരിക്കും ഇനിയുള്ളൊരു ഇതിന്റെ ബാക്കി പത്രങ്ങൾ എന്തായിരിക്കും? നമ്മളിപ്പോൾ ഓൾറെഡി ഈ കീമിന്റെ റിസൾട്ട് വൈകിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. കുട്ടികളെല്ലാവരും കുറേയധികം കാത്തു നിന്നതിന് ശേഷമാണ് ഇവർ ഈ നോർമലൈസേഷൻ ആണോ സ്റ്റാൻഡേർഡൈസേഷൻ ആണോ എന്നുള്ള തർക്കവും തീരുമാനമാകാനുള്ള വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് തന്നെ കുട്ടികളുടെ അഡ്മിഷൻ സാധ്യതകൾ ഇപ്പോൾ ഡിഗ്രിക്കോ മറ്റ് കോഴ്സുകൾക്കോ ഒന്നും അഡ്മിഷൻ എടുക്കാതെ എഞ്ചിനീയറിങ്ങിനോ ബിഫാമിനോ അഡ്മിഷൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുട്ടികളെല്ലാവരും കാത്തിരിക്കുന്നത്. എസ്പെഷ്യലി നീറ്റ് റിസൾട്ട് വന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ വന്ന റിസൾട്ട് റദ്ദാക്കി ഇനി എങ്ങനെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും എന്നുള്ളതിനെ പറ്റി വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പഴയ 1:1:1 എന്നുള്ള റേഷ്യോയിൽ വരികയാണെങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് ഫുൾ മാർക്ക് മേടിച്ച കുട്ടികൾക്ക് വരെ ഒരു 10-27 മാർക്കിൻ്റെ കുറവ് വരും. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ചെയ്യാവുന്ന പരമാവധി വർക്ക് അത് ഒരു പരീക്ഷ ഇട്ടാൽ ആ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങാമെന്നല്ല. ഫുൾ മാർക്ക് മേടിച്ച കുട്ടിക്ക് നീതി കിട്ടാത്ത ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. ഗവൺമെൻറ് തിടുക്കപ്പെട്ടിട്ടാണെങ്കിലും പരിഹരിക്കാൻ ശ്രമിച്ചത് അങ്ങനത്തെ ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പ്രോസ്പെക്ടസിൽ അതൊക്കെ നേരത്തെ മുൻകൂട്ടി ഫെബ്രുവരിക്ക് മുന്നേ തീരുമാനിക്കേണ്ട കാര്യങ്ങളായിരുന്നു. അത് പെട്ടെന്ന് വന്നപ്പോൾ പിന്നെ അത് മന്ത്രിസഭയുടെയൊക്കെ ഒരു അംഗീകാരത്തോടു കൂടി ചെയ്തതുകൊണ്ട് നമുക്കത് കോടതി പറഞ്ഞ പോലെ 1 മണിക്കൂർ മുമ്പ് പ്രോസ്പെക്ട് തിരുത്തൽ വേണ്ടായിരുന്നു. അതാണ് ഒരു ഗെയിം നടക്കുന്ന സമയത്ത് കറക്റ്റ് അത് തന്നെയാണ് ആ വഴി. ഒരു ഗെയിം നടക്കുന്ന സമയത്ത് അവസാനത്തെ മിനിറ്റിൽ വന്നിരുന്നിട്ട് ഇതിന്റെ നിയമങ്ങൾ മാറ്റുക എന്ന് പറയുന്നത് ശരിക്കും അനീതിയാണ്. അപ്പോൾ ഒന്നെങ്കിൽ CBSE കുട്ടികൾ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ കുട്ടികൾ അല്ലെങ്കിൽ രണ്ട് പക്ഷത്തിനും അനീതി സംഭവിക്കുന്ന രൂപത്തിലുള്ള സാധനവും. അപ്പോൾ ഈ അഡ്മിഷൻ പ്രൊസീജിയറുകൾ ബാക്കി കാര്യം ഇപ്പോൾ ഇതിൽ തന്നെ പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും പല ഭാഗങ്ങളിലൊക്കെ മാനേജ്മെന്റ് കോട്ടയിൽ പലരും അഡ്മിഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഗവൺമെന്റിൽ മെറിറ്റിൽ കിട്ടാൻ സാധ്യതയുള്ള കുട്ടികൾ ആരും അഡ്മിഷൻ എടുക്കാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ അവരുടെ ഭാവിയിൽ എന്താവും എന്നുള്ളൊരു കാര്യം അറിയില്ല. കോടതിയുടെ ഇടപെടലുകളും ഇനിയിപ്പോൾ ഗവൺമെന്റിന്റെ അടുത്ത തീരുമാനങ്ങളും എല്ലാം വെച്ചിട്ട് എല്ലാവർക്കും നീതി കിട്ടുന്ന ഒരു സാധനം കിട്ടുമെന്നുള്ള പ്രത്യാശ നമുക്ക് അധ്യാപകർക്കോ അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റുമെങ്കിലും കുട്ടികളുടെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ അവരുടെ അനിശ്ചിതത്വം അവരെ വല്ലാതെ ആശങ്കയിലാക്കുകയും രക്ഷിതാക്കളും ഇനിയിപ്പോൾ എന്താവും എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും ശരി, നമ്മൾ കുട്ടികൾക്കാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. പറഞ്ഞ അല്ലെങ്കിൽ സർക്കാർ ചെയ്ത കാര്യം അത് ഒരു എല്ലാവർക്കും ഏകരൂപത്തിൽ പ്രവേശനം അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ ഒരു വ്യത്യാസം തോന്നാത്ത നിലയിൽ അവർക്ക് പ്രവേശനം കിട്ടുക എന്നതായിരുന്നു. അതായിരുന്നു ലക്ഷ്യം നല്ലത് തന്നെയായിരുന്നു. പക്ഷെ അത് വേഗത്തിലായോ എന്നതുപോലെയാണ് ഇപ്പോൾ